അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നന്നാകണമെങ്കിൽ അതിന് നല്ലൊരു പരിഹാരമാണ് മരണത്തിനെ ഓർക്കുക എന്നുള്ളത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ശരിക്ക് മരണത്തിനെ ഓർത്താൽ അയാൾ നന്നാകുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരാൾ മരണത്തിന് ഓർക്കുന്നവനായി തീർന്നാൽ അയാൾക്ക് നല്ലൊരു ജീവിതം, അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു ജീവിതം ജീവിക്കാൻ അയാളെ കൊണ്ട് സാധിക്കും. മഹാന്മാർ പറയുന്നത് കാണാം, മൻ അക്സറ ദിക്റൽ മൗത്തി ഉക്രിമ ബിസലാസത്തി അഷ്യ. ഒരാൾ മരണത്തിനെ ചിന്തിക്കുന്നവനായാൽ അയാൾക്ക് 3 പ്രത്യേകതകൾ അള്ളാഹു നൽകും. ഒന്ന് തായ്ജീലു തൗബത്തി, അയാളുടെ തൗബ പെട്ടെന്നായിരിക്കും. മരണത്തിനെ ഓർക്കുന്നുണ്ട്, അപ്പോൾ മരണം എപ്പോഴാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധം അദ്ദേഹത്തിനിക്ക് വരലോടുകൂടെ അയാൾ ചെയ്തു കൂട്ടിയ എല്ലാ പാപത്തിനു തൊട്ടും അദ്ദേഹം തൗബ ചെയ്യാൻ പെട്ടെന്ന് ഇതിനു വേണ്ടി തയ്യാറാകുന്നവനാകും. രണ്ടാമത്തത് ഖനാഅത്തുൽ ഖൽബ്, കൽബിൽ കൊതികളൊക്കെ ഇല്ലാതായിപ്പോവും. നമ്മുടെ ഏറ്റവും വലിയ നാശം അതാണല്ലോ. എത്ര ഉണ്ടായിട്ടും പിന്നും കൊതികളാണ്. ഖനാഅത്ത് ഉണ്ടാകണം. അതാണ് ഒരു വിജയിയുടെ വലിയൊരു സ്വഭാവം. അതായത് ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ള സമാധാനം എന്നുള്ളത്. അത് മരണത്തിന് ചിന്തിക്കുന്നവനിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തേതായിട്ട് വനശാത്തുൽ ഇബാദത്ത്, ഇബാദത്ത് നല്ല ഉന്മേഷം ആവേശം കിട്ടുന്നത് മരണത്തിനെ ഓർക്കുന്നവർക്കാണ്. അല്ലാത്തവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. അതേ സമയത്ത് വമൻ നസിയൽ മൗത്ത, മരണത്തിന് ഒരാൾ മറന്നാലോ ഊക്കിബ ബിസലാസത്തി അശ്യായി, 3 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ശിക്ഷിക്കുകയാണ്. ഒന്ന് തസ്വീഫ് തൗബ, തൗബ ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതെയാവുക. നാളെ തൗബ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച തൗബ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത റമളാനിൽ നന്നാകും എന്നുള്ള ചിന്തയായിരിക്കും ഒരാൾക്കുണ്ടാകുക. അതായത് രണ്ടാമത്തേത് തർക്കുർ റിളാ ബിൽ ഖഫാഫി, ഉള്ളതിൽ തൃപ്തി അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതിയായിരിക്കും. എനിക്ക് അള്ളാഹു അത് നൽകിയില്ലല്ലോ, എനിക്കത് അള്ളാഹു നൽകിയില്ലല്ലോ. അള്ളാഹു നൽകാത്തതിനെ അതിനെക്കുറിച്ച് വിഷമിക്കുന്നവനായിരിക്കും. അത് മരണത്തിനെ കുറിച്ച് ചിന്തയില്ലാത്തവനാണ്. മൂന്നാമത്തെ തകാസുലു ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ മടിയനായിരിക്കും. മരണത്തിനെ ഓർക്കുന്നവർക്ക് മാത്രമേ ഇബാദത്തിനോട് വലിയ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ദുനിയാവിന്റെ കൊതികളൊക്കെ എന്നിൽ നിന്ന് ഇല്ലാതെയായി പോയത് 2 ചിന്തകളാണ്. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തിനെ ഓർക്കലാണ്. എനിക്ക് മരണത്തിന്റെ ഓർമ്മ വരലോടുകൂടെ ദുനിയാവിന്റെ എല്ലാ ചിന്തകളും ഞാൻ മറന്നുപോകും. രണ്ടാമത്തത്, ഞാൻ ഭയപ്പെടുന്നത് നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ. ആ നൃത്തം എങ്ങനെയായിരിക്കും? റബ്ബ് ഓരോന്ന് എന്നോട് ചോദിക്കുക, ഞാൻ എങ്ങനെ ഉത്തരം പറയും? അതിങ്ങനെ പേടി എന്നെ മനസ്സിലേക്ക് വരുമ്പോൾ പിന്നെ എൻ്റെ കൽബിൽ ദുനിയാവിൻ്റെ ഒരു ചിന്തയും ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പറയുന്നത് കാണാം, പഠിപ്പിക്കുന്നത് കാണാം. ഇതിലൂടെ നമുക്കൊക്കെ വലിയ പാഠമുണ്ട്. അതേ, നമ്മുടെ ദുനിയാവിൻ്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും നന്നാകണമെങ്കിൽ മരണത്തിനെ ഓർക്കുക. മരണത്തിനെ ഓർത്ത് അതിനു വേണ്ടി തയ്യാറാകുന്ന ഒരു നല്ല ജീവിതം ഉണ്ടാകുമ്പോൾ അത് ദുനിയാവിയായ ജീവിതം, ആഖിറമായ ജീവിതമൊക്കെ എല്ലാ റാഹത്തും സന്തോഷത്തിലായി കിട്ടും. അതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. ദിക്റുൽ മൗത്ത്, മരണത്തിനെ ഓർക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷയമാണ്. ഇവിടെ മനസ്സിലാക്കണം, നമ്മളത് ഓർത്തിട്ടില്ലെങ്കിലും മരണം വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മളെ മരണം ഓർക്കാത്തതിൻ്റെ പേരിലൊന്നും മരണം വരാതിരിക്കൂലല്ലോ എന്നതും കൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്തകൾ തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.